കർത്താവിൽ സ്നേഹവന്ദനം. ദൈവതിരുനാമത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പാടുകയും ആ പുകഴ്ചയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന ദിനങ്ങളിലാണല്ലോ നാമും ഇന്നുള്ളത്. പരിശുദ്ധമായിരിക്കുന്ന ജനന പെരുന്നാളിൽ നമ്മൾ നമ്മുടെ തമ്പുരാന്റെ തിരുപ്പിറവിയെ ആരാധനയോടെ കാത്തിരിക്കുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ അത് മനോഹരമായിട്ട് പറയുന്നുണ്ട്. അത്ഭുത മന്ത്രിയായും വീരനായ ദൈവമെന്നും നിത്യപിതാവെന്നും സമാധാന പ്രഭു എന്നും അവൻ വിളിക്കപ്പെടുമെന്ന്. നമ്മുടെ മുൻപിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ കാണുവാൻ വളരെയധികം ആവേശമുണ്ട്. എന്നാൽ സമാധാനത്തിന്റെ ആത്മാവിനെ വഹിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമാധാനം എന്ന വാക്കുകൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയല്ല, ജീവിതം കൊണ്ട് അതെങ്ങനെ സാധ്യമാക്കാമെന്ന് നമ്മുടെ തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നു. ആ ശിശു, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന പൈതൽ നമ്മുടെ മുൻപിലേക്ക് മനുഷ്യനെ പോലെ തന്നെ കടന്നു വന്നു. ആ ദൈവികമായ കൃപയുടെ വലിയ കരുണ ഇന്ന് ചെറിയ അപ്പക്കഷ്ണങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്കും നാം സ്വീകരിക്കുവാൻ ഒരുങ്ങിയേ മതിയാകൂ. വചനമാകുന്ന ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത് പോലെ നിത്യജീവൻ നൽകുന്ന യേശു തമ്പുരാനെയും നാം ഈ ദിവസങ്ങളിൽ സ്വീകരിക്കുവാൻ ഒരുങ്ങിയേ മതിയാകൂ. ഈ ഒരു ജനന പെരുന്നാളിന്റെ കാലം അത്തരത്തിലുള്ള ഒരുക്കമായി തീർന്ന് യേശു തമ്പുരാനെ കാണുവാൻ വന്ന വിദ്വാൻമാരുടെ വലിയ സംഘം നേർച്ച കാഴ്ചകളോടെ വന്നതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതമാകുന്ന നല്ല കാഴ്ചകളെ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കുകയും അവനിൽ നിന്ന് കൃപയും അനുഗ്രഹവും സ്വീകരിക്കുകയും ചെയ്യാം. ഈ ജനന പെരുന്നാളിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഏവരോടും കൂടെ ഉണ്ടാകട്ടെ. ദൈവം ഏവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.